നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ സെറ്റ് ഓഫ് മെറ്റാ ഡയറക്റ്റിംഗ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഫ്രം ദ ഫോളോയിങ് സെറ്റ്. എന്ത് എളുപ്പമാണ് ആ ക്വസ്റ്റ്യൻ. NCERT ലവേഴ്സിന് ഏറ്റവും കൂടുതൽ ഫേവറബിൾ ആവുന്നൊരു ക്വസ്റ്റ്യൻ ആണത്. നമ്മൾ +1 ടോപ്പിക്കിൽ ബേസിക് ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററിൽ നോമൻക്ലേച്ചർ ഐസോമർസം പഠിക്കുന്ന കൂട്ടത്തിൽ റിയാക്ഷൻ മെക്കാനിസം ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നുണ്ട്. അത് വ്യക്തമായി പറയുന്ന ആ ഒരു ഐഡിയ അങ്ങോട്ട് പോയി റെസൊണൻസും ബാക്കി കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് നമ്മൾ ഹൈഡ്രോ കാർബൺ ചാപ്റ്ററിലേക്ക് കയറും. ഹൈഡ്രോ കാർബൺ ചാപ്റ്ററിൽ ഏകദേശം ക്ലൈമാക്സിലേക്ക് ഏറ്റവും അവസാനത്തിലേക്ക് വരുമ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് ശേഷം വരുന്ന എൻഡ് ടോപ്പിക്കിൽ മെറ്റാ ഡയറക്റ്റേഴ്സും ഓർത്തോപാര ഡയറക്റ്റേഴ്സും വളരെ വ്യക്തമായി NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഗ്രൂപ്പുകൾ മെറ്റാ ഡയറക്റ്റേഴ്സാണ്, ഏതൊക്കെ ഗ്രൂപ്പുകൾ ഓർത്തോപാര ഡയറക്റ്റേഴ്സാണ് എന്നൊക്കെ. അപ്പം നമ്മൾ അവിടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ നേരിട്ടൊരു ഫോട്ടോസാറ്റ് ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. മറ്റ് ഗൈഡുകളിൽ നിന്നുമല്ല ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അവിടെ മെറ്റാ ഡയറക്റ്റിംഗ് ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് ചോദിച്ചിരിക്കുന്നത്. റിംഗ് ഡീആക്ടിവേറ്റേഴ്സ് ആണ്. അത് വളരെ വ്യക്തമായി NCERT പറയുന്നുണ്ട്. NO2 ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ ആൽഡിഹൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്, സൾഫോണിക് ആസിഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്, C∪R. അപ്പം അവിടെ അത്തരത്തിലുള്ള അസൈൽ ഗ്രൂപ്പ്, അപ്പോൾ അത്തരത്തിലുള്ള ഗ്രൂപ്പുകളെല്ലാം മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണെന്ന് വ്യക്തമായി NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ബാക്കി ഓപ്ഷനുകളിൽ ഒന്നാമത്തെ ഓപ്ഷനിൽ NH2 ഗ്രൂപ്പ് റിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ്, ഓർത്തോപാര ഡയറക്ടറാണ്. രണ്ടാമത്തെ ഓപ്ഷനിലും NH2 വന്നിട്ടുണ്ട്, അയാളും റിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അടുത്ത 4ാമത്തെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ NHCOCH3 NCERT ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായി പറയുന്നു, അയാൾ ഒരു റിംഗ് ആക്ടിവേറ്ററാണ്, ഓർത്തോപാര ഡയറക്ടറാണ്. അപ്പം എല്ലാവരും മെറ്റാ ഡയറക്റ്റേഴ്സായ അല്ലെങ്കിൽ റിംഗ് ഡീആക്ടിവേറ്ററായ, റിംഗ് ഡീആക്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ബെൻസീൻ മെറ്റാ പ്രോഡക്റ്റിനെയാണ് തരുന്നത്. അപ്പം അങ്ങനെ ഇൻകമിങ് ഗ്രൂപ്പിനെ മെറ്റാ പൊസിഷനിൽ കൊണ്ടുവെക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ റിംഗ് ഡീആക്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ചോയ്സ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം NCERT. നമ്മളിത് നന്നായി മനസ്സിലാക്കുക. ഇനിയുള്ള അടുത്ത സീസൺ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് തന്നെ കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ.